ഹലോ ആൻഡ് വെൽക്കം ടു സി പെർസ്പെക്റ്റീവ്സ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൂവീസ്, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബോക്സ് ഓഫീസ് സക്സസസ് ആയിട്ടുള്ള ആൻഡ് സീക്വൽ ആയിട്ടുള്ള ദുരന്തർ 2 കുറിച്ചാണ്. ഞാൻ ഇന്നലെയാണ് ആ സിനിമ കണ്ടു തീർക്കുന്നത്. ഇസ് ഇറ്റ് എ പ്രൊപ്പഗണ്ട മൂവി ഓർ ഇസ് ഇറ്റ് എ പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ്? എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇറ്റ് ഈസ് ബോത്ത്. ഇറ്റ് ഈസ് എ 4.5 hours മൂവി. 4 മണിക്കൂറുണ്ട് ആ സിനിമ. 4 മണിക്കൂറിൽ എനിക്ക് ഒരു മിനിറ്റ് പോലും ബോറടിച്ചില്ല എന്നുള്ളതായിരുന്നു ഞാൻ ആ സിനിമയിൽ കണ്ട ഹയസ്റ്റ് ക്വാളിറ്റി. പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ്, പീക്ക് ആക്ഷൻ, പെർഫോമൻസസ്, മ്യൂസിക്, ക്യാമറ, എല്ലാം എന്തുകൊണ്ടും എൻ അമേസിങ് പാക്കേജ്. ദുരന്തർ 1 എവിടെ കൊണ്ട് നിർത്തിയോ അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുവച്ചേക്കാണ് ദുരന്തർ 2 എന്ന് പറഞ്ഞ മൂവി. സോ ഒപ്പീനിയൻ അബൌട്ട് ദ മൂവി, ഐ ഡോണ്ട് നീഡ് ടു ഗിവ് എൻ ഒപ്പീനിയൻ, കാരണം ഇറ്റ്സ് ഓൾറെഡി എ ബിഗ് സക്സസ്. പക്ഷേ ജസ്റ്റ് ടെലിംഗ് ഔട്ട് മൈ ഒപ്പീനിയൻ, ഐ ലവ് ദറ്റ് മൂവി, ബ്രില്യൻറ്റ് മൂവി. ഇനി കമ്മിങ് ടു ദി കോൺട്രവേഴ്ഷ്യൽ പാർട്ട്, പ്രൊപ്പഗണ്ട മൂവി ആണോ അല്ലയോ എന്നുള്ള ഡിസ്കഷനായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് സിനിമ ഇറങ്ങിയപ്പോഴെല്ലാം. ഞാൻ ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കമ്പാരിസണായിട്ട് പറയുന്നില്ല, എന്നാലും വാട്ട് മെത്തേഡ് ദേ ഫോളോഡ് ഇസ്, എനിക്ക് തോന്നിയത് നമ്മൾ രേഖാചിത്രമൊക്കെ ഉപയോഗിച്ചില്ലേ അതേപോലെ ഇതാണ്. ഒറിജിനൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട് രേഖാചിത്രത്തിൽ. ആ ഷൂട്ടിങ് ഒറിജിനൽ നടന്ന അതിൽ കുറച്ച് എലിമെൻറ്റ്സ് അവിടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ കെയിം അപ്പ് വിത്ത് എ ഫാൻറ്റസി സ്റ്റോറി. അങ്ങനെ ആയിരുന്നല്ലോ ഇവിടെ. അതേപോലെ തന്നെ റിയാലിറ്റിയിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ടൈം ലൈൻ സ്വാപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതായത് കുറേ ഫിക്ഷൻ എലിമെൻറ്റ്സ് ഇടയ്ക്കുണ്ട്, മെജോറിറ്റി ഓഫ് ശരിക്കും നടന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ഹേർഡ് അബൌട്ട് സ്റ്റോറീസ് ഓഫ് ഇന്ത്യൻ സ്പൈ ഏജൻ്റായിട്ട് പാകിസ്ഥാനിൽ പോയി അവിടെ ജീവിച്ച് അങ്ങനെ വന്ന് അവിടെ വലിയ വലിയ മൂവുകൾ നടത്തിയ ഓഫീസേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വി ആർ പ്രൗഡ് ഓഫ് ദം. ആൻഡ് ദെൻ വി ഹാവ് ഇൻസിഡൻറ്റ്സ്, ഭയങ്കര കോൺട്രവേഴ്ഷ്യലായ ഇൻസിഡൻറ്റ്സ് ലൈക്ക് ഡിമോണിറ്റൈസേഷൻ, അല്ലെങ്കിൽ UP ഇലക്ഷൻ, ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയിൽ. അപ്പോൾ ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും സ്പൈ ഇൻസിഡൻസ് നടന്നതും ശരിക്കും നടന്ന ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ UP ഇലക്ഷനിൽ BJP പവറിൽ വന്നത്, ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഈ റീസൺ കൊണ്ടാണ് ഡിമോണിറ്റൈസേഷൻ നടത്തിയത്. ദേ കൺവീനിയൻ്റ്ലി മെയ്ഡ് എ റീസണിങ് ഫോർ വാട്ട് എവർ ആക്ഷൻസ് ദേ ഫെൽറ്റ്. ഓർ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ സംശയത്തോടെ നോക്കിയിരുന്ന കുറച്ച് ഡിസിഷൻസ് നൈസായിട്ടങ്ങ് അവരുടെ ഒരു കൺവീനിയൻ്റ്ലി ഒരു റീസണിങ് ഉണ്ടാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം രേഖാചിത്രത്തിൽ നടന്നിരിക്കുന്ന അതേപോലെ ഉണ്ട്. നമ്മൾ മമ്മൂട്ടി അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ആ ഷൂട്ടിലെ കുറേ സീൻസ് ആക്ച്വൽ സിനിമയിലെ സീൻസ് കാണിക്കുന്നു. പക്ഷേ അവിടെ നൈസായിട്ട് ഒരു കൊലപാതകം കൊണ്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് ഫിക്ഷണൽ എലിമെൻറ്റ്സ് ആണ് ആ സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഇസ് സംതിങ് സിമിലർ. പ്രൊപ്പഗണ്ട ഉണ്ടോ? യെസ്, ദർ ഇസ് ഹൈ ലെവൽ ഓഫ് പ്രൊപ്പഗണ്ട ഇൻ ദ മൂവി. പക്ഷേ ഇസ് ഇറ്റ് എ ഗുഡ് മൂവി? യെസ്. നമുക്ക് കണ്ട് കഴിയുമ്പോൾ ആ ടുവേർഡ്സ് എൻ്റെയൊക്കെ എത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു കോരിത്തരിപ്പ് തോന്നുമല്ലോ. മേക്ക് ബിലീഫ് ആണ് സിനിമ എന്ന് പറയുന്നത് പോലെ. അവർക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാണെന്ന്. പക്ഷേ ഇസ് പ്രൊപ്പഗണ്ട, ഇസ് ഹാവിങ് എ മൂവി വിത്ത് എ പ്രൊപ്പഗണ്ട ഇസ് റോങ്? നോ. അങ്ങനെ നമുക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ലവ് ദ മൂവി, ഇറ്റ്സ് എ ഗുഡ് മൂവി. പ്രൊപ്പഗണ്ട ഉണ്ട്, ബട്ട് പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അമേസിങ് ആക്ടർ, വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് എന്ന് പറയുന്നില്ല, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ബോളിവുഡ് ഇസ് രൺവീർ. മാർക്ക് മൈ വേർഡ്സ്. അതിന് ഫ്യൂച്ചറിൽ പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഇനി അങ്ങോട്ട് പീക്കിലേക്ക് അങ്ങ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്തത്. എനിവേ, ദാറ്റ്സ് ഓൾ എനിക്ക് ദുരന്തർ 2 കുറിച്ച് പറയാനുള്ളത്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആൻഡ് താങ്ക് യു.